മതം പഠിപ്പിക്കുമെന്ന ഒരേ വാശിയിൽ സമസ്ത. മുസ്ലിങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ തിക്തഫലം ഉറപ്പാണെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ മുന്നറിയിപ്പ്. സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതെന്നും അദ്ദേഹം ചോദിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫലം ഉണ്ടാവും. ചർച്ച ചെയ്താൽ ഫലം ഉണ്ടാവുമല്ലോ. മനുഷ്യന്മാർ മുഖത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഫലം കിട്ടും. ചർച്ചയ്ക്ക് വരട്ടെ, ബാക്കി കാര്യം പിന്നെ പറയാം. ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെല്ലും. ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാനുള്ളൂ. ചർച്ച ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ ഏകപക്ഷീയമായി തീരുമാനിക്കുകയില്ല. എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം എന്നൊക്കെ പറയുന്നത്. അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും വിചാരിക്കേണ്ട. വിവരങ്ങൾ നൽകാൻ ശിവദാസ് ഖന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, മുസ്ലിങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ തിക്തഫലം ഉറപ്പാണെന്ന് ഉമർ ഫൈസി മുക്കം വിദ്യാഭ്യാസ മന്ത്രിക്ക് അടക്കം മുന്നറിയിപ്പ് നൽകുകയാണല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കൃത്യമായ ഒരു ഭീഷണി കൂടിയാണ്. മുസ്ലിം സമുദായത്തെ അവഗണിച്ചാൽ അത് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചനയും മുന്നറിയിപ്പുമാണ് ഉമർ ഫൈസി മുക്കം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് സ്കൂൾ സമയ മാറ്റത്തിൽ കടുത്ത ഒരു പ്രതിഷേധത്തിലും വിമർശനവും ഉന്നയിച്ചുകൊണ്ടാണ് സമസ്ത ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത ഒരു വിമർശനമാണ് സമസ്തയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സമസ്ത നേതാക്കൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂൾ സമയമാറ്റം അംഗീകരിക്കില്ല എന്നാണ് സമസ്തയുടെ നിലപാട്. അത് മദ്രസ പഠനത്തെ ബാധിക്കും എന്നതാണ് അവരുടെ അതിനുള്ള ഒരു മറുപടിയായി സമസ്ത നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമയമാറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പക്ഷേ സമയമാറ്റത്തിൽ ഒരു തീരുമാനം ഇല്ലെങ്കിൽ, സമയം മാറ്റം എന്നത് അംഗീകരിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കം ഇപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ഇത് മുസ്ലിം സമുദായത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു ഭീഷണിയും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ കൃത്യമായ തിക്തഫലം സർക്കാർ അനുഭവിക്കേണ്ടി വരും. കാരണം വരും തെരഞ്ഞെടുപ്പുകളെ എല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഉമർ ഫൈസി മുക്കം അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി സമസ്തയെ അടക്കമുള്ള മുസ്ലിം സമുദായത്തെ പണ്ഡിതരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നിലവിൽ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. പക്ഷേ സമയമാറ്റത്തിൽ തന്നെ തുടരാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് സർക്കാർ എന്തായാലും ഇപ്പോൾ ഉള്ളത്. നിഖിൽ, ശരി ശിവദാസ്, മതം പഠിപ്പിക്കുന്ന ഒരേ വാശിയിലാണ് സമസ്ത. മുസ്ലിങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ തിക്തഫലം ഉറപ്പാണെന്ന് ഉമർ ഫൈസി മുക്കം വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം മുന്നറിയിപ്പ് നൽകുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് ഖന്മനം.